ഹലോ ഫ്രണ്ട്സ്, അഗെയിൻ വെൽക്കം ബാക്ക്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലേക്ക് ഞാനും സുഹൈൽ സാറും കൂടെ ഒരു യാത്ര പോവാണ് ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. പാലക്കാട് ജില്ലയുടെ യാത്രയും അതുപോലെ തന്നെ അതിന്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ സാറ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, ഈ റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഷെഡിൽ പോയിരിക്കുകയാണ്. അങ്ങനെ സാറ് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും വണ്ടി എടുത്ത്, രണ്ടുപേരുമില്ല, സാറിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കയറി പട്ടാമ്പി, ഒറ്റപ്പാലം അങ്ങനെ വഴിയാണ് ആലത്തൂരിലേക്ക് പോണത്. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, പല സിനിമകളിലും ഒരു ഗ്രാമീണ പശ്ചാത്തലം വരുന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുക നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പഴയ കാലങ്ങളിലുള്ള ഒരുപാട് സിനിമകൾ, അതുപോലെ തന്നെ ഒരുപാട് ആൽബങ്ങളും ഒക്കെ പാലക്കാട് ജില്ലയിൽ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴും ആ പാലക്കാടിൻ്റെ, കേരളത്തിൻ്റെ പഴയ കൾച്ചർ മീൻസ് പഴയ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുക ഈ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പേ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇത് ഇടുക്കിയായിട്ട് മാറിയിട്ടുണ്ട്. എറണാകുളത്ത് ഏതോ ഒരു സ്ഥലം വാങ്ങിയതിന് ശേഷം ഏതൊന്നൊരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലുത്. അതിന് മുമ്പ് വരെ പാലക്കാട് ജില്ല ആയിരുന്നു. പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകതകളുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒരു തീരപ്രദേശമില്ലേ പാലക്കാട് ജില്ലയിൽ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകളാണ് തൃശ്ശൂർ ജില്ല, അതുപോലെ തന്നെ മലപ്പുറം ഒക്കെ പാലക്കാടിന് തൊട്ടടുത്തായിട്ട് കിടക്കുന്നത്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ, തമിഴ്നാട്, വേറെ സംസ്ഥാനമായി മാറി. പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ആലത്തൂരിലേക്ക് എത്താനായി. ആലത്തൂരിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡുകൾ, ആ ബിൽഡിങ്ങുകൾ, നല്ല രസമാണ് പാലക്കാട് ജില്ലയിൽ കൂടെ. നിങ്ങൾ യാത്ര ചെയ്ത് നോക്കണം കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. 1957 പാലക്കാട് ജില്ല നിലവിൽ വരുന്നത്. പിന്നെ പാലക്കാട് ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വിനോദസഞ്ചാരങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ പാലക്കാടുണ്ട്. നമ്മൾ പ്രോപ്പർ പാലക്കാട് നോക്കുകയാണെങ്കിൽ നമുക്ക് മലമ്പുഴ കാണാൻ പറ്റും. മലമ്പുഴ തൊട്ടടുത്ത് ഫാൻറ്റസി പാർക്ക്, മലമ്പുഴയുടെ ബാക്കിൽ കവാദ്വീപ്, അവിടെ ചുറ്റുപറ്റിയിട്ട് സ്നേക്ക് പാർക്ക്, പാലക്കാട് കോട്ട, അതുപോലെ തന്നെ നമുക്ക് ധോണി വെള്ളച്ചാട്ടം. പാലക്കാട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ മണ്ണാർക്കാട് ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൈലന്റ് വാലി, അട്ടപ്പാടി ചുരം, നല്ല രസമാണ് അട്ടപ്പാടി ചുരം കാണാൻ. നിങ്ങൾ യാത്ര ചെയ്യണം അട്ടപ്പാടി ചുരം വഴി, നല്ല രസമാണ് അട്ടപ്പാടി ചുരം. ഇങ്ങനെ കയറി പോയിട്ട് നല്ല കാറ്റ്, നല്ല തണുപ്പ്. നല്ല റോഡ്, പിന്നെ മുള്ളി. പാലക്കാട് ജില്ലയിൽ പല രൂപത്തിലുള്ള ഒരു കൾച്ചർ പാലക്കാട് ജില്ലയിലുണ്ട്. ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ട് പാലക്കാട് ജില്ലയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഭാഷയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ രണ്ടാമത് വ്യവസായ സംരംഭമുള്ള കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ്. ഒരുപാട് ഫാക്ടറികൾ പാലക്കാട് ആ കഞ്ചിക്കോട് ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. ഇപ്പോൾ ഗ്രാമീണ പശ്ചാത്തലമാണെങ്കിൽ പോലും ആൾക്കാരൊക്കെ ഒത്തിരി അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും കൊണ്ടും അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയോ സാറ് സംസാരിക്കുന്നുണ്ട്, സുഹേൽ സാറ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
സാറിനെ അറിയുള്ളൂ എന്തൊക്കെയാണ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. സാറിന് നിങ്ങൾക്ക് അറിയാലോ, തള്ളു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത ഒരാളാണ് സാറ്. കണ്ടോ, വിരലൊക്കെ ചൂണ്ടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. കാണിച്ചു തരാണ് ഓരോ സ്ഥലങ്ങള്, പള്ളികള്, പാടങ്ങള്. ഇതൊക്കെ ഈ നെല്ലിന്റെ വിത്ത് കൊയ്യണതും അതുപോലെ തന്നെ വിളവെടുക്കുന്ന സമയമൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ പാലക്കാട് ജില്ല കാണാൻ നല്ല രസമാണ്. ലോ പാടും ഇങ്ങനെ ഒരു വേറെ ഒരു വൈബാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാറ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേസുകൾ. അത് അവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ കാണാൻ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും പാലക്കാട് ജില്ലയിൽ കാണാനുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതപ്പുഴക്ക് കുറുകെ ഒരുപാട് ചെക്ക് ഡാമുകൾ. അതുപോലെ തന്നെ ഒരുപാട് മനകൾ, വരിക്കാശ്ശേരി മന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ പാലക്കാട് ജില്ലയിലാണ്. അങ്ങനെ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് പട്ടാമ്പി. പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ്. പട്ടാമ്പി കേൾക്കാത്തായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും പട്ടാമ്പി കേട്ടിട്ടുണ്ടാവും. ഈ പട്ടാമ്പി നീർച്ച എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പാലക്കാട് ജില്ലയിലാണ്. നല്ല രസമാണ് കാണാൻ അല്ലേ. നിങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടോക്ക്. ഇതൊക്കെ ഇപ്പോൾ ഒരു ടൗൺ ഏരിയ എന്ന് പറയാം. പാലക്കാടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വേറെ വൈബാണ്. കരിമ്പനകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. റോഡ് സൈഡിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് സൈഡിലേക്ക് തൂങ്ങിയിട്ട് കരിമ്പനകൾ. നമ്മളെ കാവാദ്വീപിൻ്റെ ഒക്കെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. അല്ല, മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലൊക്കെ പോയി ആ വഴിയിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് രസമാണ് കാണാൻ. അപ്പോൾ നിങ്ങളൊക്കെ വരിക, പാലക്കാട് ജില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും വെറുതെ ഇങ്ങനെ രസം കണ്ടപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണം തോന്നി. അപ്പോൾ ജസ്റ്റ് കാണുക, അത്ര ഉള്ളല്ലോ, വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലെത്തി. തോട്, പാടം ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഇല്ലേ, നമുക്കറിയാലോ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ
അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ കഥകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പാലക്കാട് ജില്ലയിലെ ഓരോ സന്ദർഭങ്ങൾ, ഓരോ കാര്യങ്ങൾ. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഭംഗിയുള്ളൊരു സംഭവം. ആലോചിച്ച് കവാദ്വീപ്, മലമ്പുഴയുടെ രണ്ട് സൈഡിലൂടെ വഴിയുണ്ട്. അവിടെ കവാദ്വീപിലേക്ക് കടന്ന് ബേക്കിലോട്ട് ഇങ്ങനെ പോകും തോറും മലമ്പുഴയുടെ രണ്ട് സൈഡിൽ വഴികളുണ്ട്. രണ്ട് സൈഡിൽ ഏത് വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പശ്ചിമഘട്ട മലനിരകൾ ഇങ്ങനെ വരിയായി നിൽക്കണം. അതിൻ്റെ ഇടയിൽ മലമ്പുഴ ഡാമിൻ്റെ കുറച്ച് ഭാഗം, നില തൊട്ട് മേലെ ആകാശം. നിങ്ങൾ ആസ്വദിക്കണത്, നിങ്ങളൊരു വട്ടം പോകണം, എങ്കിലാണത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് രണ്ട് സൈഡിൽ ഒരുപാട് മരങ്ങളിൽ നിന്ന് വീണ ഇലകളിൽ നിന്നുള്ള പാടി വീണ താഴെ കിടക്കുന്ന റോഡിൽ കിടക്കുന്ന ഇലകൾ, ഇതിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം നമ്മൾ ഒരു സ്ഥലമുണ്ട് കവാദ്വീപ്. എടുത്ത് ചെറിയ തട്ടുകടകൾ, അവിടുന്ന് ചായ കുടിക്കാം, ചായയുടെ കൂടെ കടി കഴിക്കാം. അങ്ങനെ നമ്മളിങ്ങനെ കവാദ്വീപിലെത്തുകയാണ്. കവാദ്വീപിലെത്തിക്കഴിഞ്ഞാൽ ആ പച്ചപ്പ് നിറഞ്ഞ ഇതിലൂടെ നമ്മളിങ്ങനെ നടന്ന് അതൊരു ഭംഗിയാണ്. അത് നമുക്ക് കാണാൻ കഴിയുക നമ്മളെ പാലക്കാട് ജില്ലയിലുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നെല്ലിയാമ്പതിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നെല്ലിയാമ്പതിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം നമ്മൾ നെന്മാറയിലോ അല്ലെങ്കിൽ നെല്ലിയാമ്പതി ചുരത്തിൻ്റെ താഴെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പുലർച്ചെ നമ്മൾ വണ്ടിയെടുത്ത് നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലേക്കൊരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ, ആ കോടമഞ്ഞ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ 6 മണിക്കാണ് അവിടെ ചുരം തുടങ്ങുക. അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റ് തുറന്നു തരിക. അങ്ങനെ നമ്മളതിൽ ചെക്ക് പോസ്റ്റ് തന്ന ഉടനെ തന്നെ നമ്മൾ വണ്ടിയെടുത്ത് നമ്മൾ ചുരത്തിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ആ തണുപ്പ് ഇങ്ങനെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തണുപ്പിൻ്റെ കൂടെ നമ്മളെ ചെവി അടയുക. നമുക്ക് രണ്ട് സൈഡിലും ഓരോ കാഴ്ചകൾ. പാലക്കാട് ജില്ലയിലെ ഇടതൂർന്ന വഴികളിലൂടെ ഞങ്ങൾ 2 പേരും ഇപ്പോൾ ആലത്തൂരിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തു പോയ നനവും വെള്ളവുമൊക്കെ റോഡിൽ കാണുന്നുണ്ട്. നല്ല
ഒരു ക്ലൈമറ്റായിരുന്നു. ഒരുപാട് മുമ്പും മാസങ്ങളോളം, ഏകദേശം 2 മാസത്തോളം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ. നിങ്ങൾ ട്രൈ ചെയ്യും. പാലക്കാടിന്റെ മധുരമായ കടി ഗോതമ്പ് ബോണ്ട ഇറ്റ്സ് പെർഫെക്റ്റ്. അങ്ങനെ അഗൈൻ ഞങ്ങൾ വീണ്ടും ചായ കുടിച്ച് ഇറങ്ങി. നല്ല ചായ, നല്ല കടി ഒക്കെ കഴിച്ച് നമ്മൾ ജഡ്ജ്മെൻറ്റിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തും. നല്ല പാടം അല്ലേ, ഒരുപാട് പരന്ന് കിടക്കുകയാണ് പാടങ്ങൾ. ഞങ്ങളിവിടെ ഒന്ന് വണ്ടി സൈഡാക്കി ഒന്ന് വീഡിയോ ഒക്കെ എടുത്തൊരു റീലിനുള്ള വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്തിട്ടാണ് വീണ്ടും പോണത്. അതിൻ്റെ ഇടയിൽ വഴി മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോകുക, കാരണം ഫുള്ള് ഉള്ളിലൂടെയാണ് യാത്രകൾ മൊത്തം. ഉൾ റോഡിലൂടെ മാത്രമാണ് യാത്രകൾ. അപ്പോൾ നമ്മൾ നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു മദ്രസയിലുള്ളൊരു പ്രോഗ്രാമിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നേരെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു. ഇപ്പോൾ ചായ കുടിച്ചിട്ടുള്ളൂ, എന്നാലും നമുക്കൊരു ഫുഡ് മസ്റ്റാണല്ലോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് വണ്ടി എടുത്തു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ച് ജഡ്ജ്മെൻറ്റ് പാനിലേക്ക്. ഓക്കെ, താങ്ക് യു.